ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ മിക്ക യൂട്യൂബ് ചാനലിലും ടിക്ടോക്കിലുമൊക്കെ കാണുന്ന ഡാൽഗോണ കോഫിയാണ് കേട്ടോ. കോഫി കൂടാതെ ഡാൽഗോണ പുഡിംഗ്, ഡാൽഗോണ കോഫി കപ്പ് കേക്ക് ഇവയും ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇത് കാണാതെ പോകരുത് കേട്ടോ. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പികളും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന റെസിപ്പി ഡാൽഗോണ കപ്പ് കേക്കാണ്. ഇനി നമുക്ക് ഡാൽഗോണ ക്രീം വെച്ചിട്ട് എങ്ങനെ ഡാൽഗോണ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ തരി ആയതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെയാണ് ചേർക്കുന്നത്. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആദ്യം 1 മിനിറ്റ് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ 4 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടും ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ 3/4 ഗ്ലാസ് പാലും 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് കട്ടയില്ലാതെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിക്കുന്ന വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ക്യാമറ ആ ടൈമിൽ ഓഫായിരുന്നു, ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, മറന്നു പോകരുതേ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. കപ്പ് കേക്ക് ട്രേയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കപ്പ് കേക്ക് ട്രേയിൽ കപ്പ് വയ്ക്കുമ്പോൾ ഓരോ കപ്പ് എക്സ്ട്രാ വെച്ച് കൊടുക്കണം കേട്ടോ. കപ്പ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടിത്. ഞാൻ ഓരോ പേപ്പർ കപ്പിലേക്കും ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3/4 ഭാഗത്തോളമാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബേക്കായിട്ട് വരുമ്പോൾ പുറത്തേക്ക് ഒഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 250 ഡിഗ്രിയിൽ 25 മിനിറ്റ് ആണ് ഞാനിവിടെ ബേക്ക് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള ഡാൽഗോണ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് 25 മിനിറ്റാണ് ഇവിടെ കറക്റ്റായിട്ട് വേണ്ടി വന്ന ടൈം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ചൂടനുസരിച്ച് ചിലപ്പോൾ ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ടൂത്ത് പിക്കോ മറ്റോ കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റ് ഡാൽഗോണ കപ്പ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡാൽഗോണ കോഫി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ നന്നായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട കോഫി ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ എല്ലാ റെസിപ്പികളിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെസ്കഫേയുടെ കോഫി പൗഡറാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ തിളച്ച ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബീറ്ററാണ് കേട്ടോ. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ ഹാൻഡ് വിസ്കോ മിക്സിയുടെ ചെറിയ ജാറോ വെച്ചിട്ടും ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഫോർക്കോ ഹാൻഡ് വിസ്കോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 9 മിനിറ്റൊക്കെ ഇതിന് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ട് ഞാനിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 4 മിനിറ്റോളം ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മിക്സ് റെഡിയായി വരും. ബൗള് താഴേക്ക് കമത്തിയാൽ പോലും ഇത് താഴേക്ക് പോവില്ല. ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ക്രീമിന്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വരണം നമ്മുടെ മിക്സ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. മീഡിയം ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ 3/4 ഭാഗത്തോളം നന്നായിട്ട് തണുപ്പിച്ച പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുപാലാണ് എടുക്കുന്നതെങ്കിൽ ക്രീം താഴ്ന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. തണുത്ത പാലാണ് ഈ ഒരു കോഫിക്ക് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഭംഗിക്കായിട്ട് കുറച്ച് കോഫി പൗഡറും കൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുടിക്കേണ്ടത് പാലും ക്രീമും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുടിക്കുക.
പാലിനനുസരിച്ച് ക്രീം ചേർക്കാനും ശ്രദ്ധിക്കണം. അതായത് ചെറിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ ക്രീം ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഡാൽഗോണ കോഫി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഫി ഇഷ്ടമാവും. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം. ഇനി നമ്മുടെ അടുത്ത റെസിപ്പി ഡാൽഗോണ പുഡിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും നമ്മൾ ഈ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. കോൺഫ്ലോർ ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു സ്റ്റീൽ പാനിൽ 500 ml പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്യണ്ട കേട്ടോ. ഈ നമ്മൾ കോൺഫ്ലോറൊക്കെ ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു ബൗളിൽ 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ പാലിൽ നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂൺ പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കട്ടയില്ലാതെ നന്നായിട്ട് കോൺഫ്ലോർ മിക്സ് ചെയ്ത് ആ ഒരു മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ നേരിട്ട് പാലിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടി കിടക്കും. അതുകൊണ്ടാണ് കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് ചേർക്കാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. കൈയെടുക്കാതെ നല്ലതുപോലെ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി കേട്ടോ നമ്മുടെ ഈ പുഡിങ്ങിന്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു മിക്സിയിൽ നിന്ന്, അതായത് പാലും കോൺഫ്ലോറും കൊണ്ടുള്ള മിക്സിയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മിക്സ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ കോഫി പൗഡറും കൂടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മളുടെ പുഡിംഗ് ട്രേയിലേക്ക് താഴെയായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പുഡിംഗ് കഴിക്കുമ്പോൾ കോഫിയുടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ ഈ പുഡിങ്ങിന്. അതിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ബൗളിൻ്റെ താഴെയായിട്ട് നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രീം ഇതിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തും ഒരുപോലെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ചെയ്യണം കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഏത് ബൗളിൽ വേണേലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. പുറത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കോഫി ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഫിക്കാണെങ്കിൽ നമ്മളെല്ലാവരും സെയിം അളവാണ്, അതായത് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. ഇതിൽ കോഫിക്ക് എടുക്കുന്നത് പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ പുഡിങ്ങിന് കയ്പ്പ് കൂടുതലായിരിക്കുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 2.5 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കോഫി ക്രീം തയ്യാറാക്കുന്നത് പോലെ ആദ്യം ലോ സ്പീഡിലിട്ട് 1 മിനിറ്റും ഹൈ സ്പീഡിലിട്ട് 4 മിനിറ്റും ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോഫി ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഇതാ നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം എല്ലായിടത്തും ഒരേപോലെ വരത്തക്ക രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഡിംഗ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടും ഇത് സെർവ് ചെയ്യാം കേട്ടോ. പുഡിങ്ങൊക്കെ ഒരു 3-4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഞാൻ അരമണിക്കൂറേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ഡാൽഗോണ പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് അറിയിക്കണം. അപ്പോൾ ഫ്രണ്ട്സിനും മറ്റു ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പുതിയ റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം.